തെന്മല കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ രക്ത ഹോർമോൺ പരിശോധനാ സംവിധാനം ആരംഭിച്ചു. ദേശീയ ആരോഗ്യ ദൗത്യത്തിന്റെ ഭാഗമായാണ് തൈറോയ്ഡ് അടക്കം പരിശോധിക്കാവുന്ന ആധുനിക മിസ്പ i200 എന്ന രക്ത ഹോർമോൺ പരിശോധനാ മെഷീൻ സ്ഥാപിച്ചത്. മെഷീന്റെ ഉദ്ഘാടനം തെന്മല പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭ സതീശന്റെ അധ്യക്ഷതയിൽ പുനലൂർ MLA സി അജയ് പ്രസാദ് നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് എബി ഷൈനു, മെഡിക്കൽ ഓഫീസർ ഡോക്ടർ PG അനുരൂപ്, ജില്ലാ പഞ്ചായത്ത് അംഗം റീന ഷാജഹാൻ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ദിവ്യ ഉമേഷ്, ക്ഷേമകാര്യ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ S സുനിൽകുമാർ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ആനി ടോം, ലാലി അശോകൻ, ഹെൽത്ത് ഇൻസ്പെക്ടർ പ്രദീപ് കുമാർ എന്നിവർ സംസാരിച്ചു. ബോർഡർ ന്യൂസ്, ആര്യങ്കാവ്. അപ്പോൾ എല്ലാവരുടെയും അനുവാദത്തോടെ ഈ മിഷന്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കുക. ഇത് ഒരു ദിവസം എത്ര പേരുടെ രണ്ട് സ്റ്റാഫുണ്ട്, ഒരു HMC സ്റ്റാഫുണ്ട്, ഒരു ഞായറാഴ്ച ഉൾപ്പെടെ എല്ലാ ഓണായില്ലേ ഇപ്പോൾ കുട്ടിച്ചാണ് അതുപോലെ തന്നെ മുഖ്യ പ്രഭാഷണത്തിനെത്തിയിട്ടുള്ള ജില്ലാ പഞ്ചായത്ത് അംഗം ശ്രീമതി റീന ഷാജഹാൻ, നമ്മുടെ MLA ഇനി നമ്മുടെ തെന്മലയുടെ വികസനത്തിന് ഞങ്ങളോടൊപ്പം ഉണ്ടാകുമെന്ന പ്രതീക്ഷയോടുകൂടി ബഹുമാന്യനായ MLA ശ്രീ C അജയ് പ്രസാദ് അവറുകളെ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ K ശശൻ അവറുകൾ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെയും ഏറെ സ്നേഹത്തോടുകൂടി നമ്മുടെ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ചെയർപേഴ്സൺ പ്രത്യേകം എന്നോട് പറഞ്ഞിരുന്നു ഓരോരുത്തരെയും പേരെടുത്ത് പറയണം. ബഹുമാനപ്പെട്ട നമ്മുടെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശോഭ മാഡം, പുനലൂരിന്റെ തന്നെ MLA ആയ ഏറ്റവും ബഹുമാനം നിറഞ്ഞ വ്യക്തിയും കൂടെ ആയിട്ടുള്ള നമ്മുടെ അജയ് പ്രസാദ് സാറ്, നമ്മുടെ വിശിഷ്ട വ്യക്തികൾ എല്ലാവരും നമ്മുടെ കൂടിയിട്ടുള്ള സദസ്സുള്ള എല്ലാവരും, എനിക്ക് തന്നിരിക്കുന്നത് ലാബിനെ പറ്റിയുള്ള റിപ്പോർട്ട് അവതരണമാണ്. നമ്മുടെ ഈ സ്ഥാപനത്തിൽ ലബോറട്ടറി വിപുലമായി ആരംഭിച്ചു തുടങ്ങിയത് ഇത് PHCയിൽ നിന്നും FSCയിലോട്ട് ആയപ്പോഴാണ്. ഒട്ടുമുക്കാൽ രക്തപരിശോധനകളും 330 രൂപ വേണ്ടിവരും. പാവപ്പെട്ട ജനങ്ങൾക്ക് അത് ഉപകാരമാണ്. S സുനിൽകുമാർ, രഞ്ജിത്ത് പുനരിമല, ശ്രീമതി ഷീബ S, ശ്രീമതി മായ തങ്കപ്പൻ, ഒരിക്കൽ കൂടി അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കട്ടെ. പ്രവർത്തനങ്ങളായിരുന്നു നടന്നത്. എന്നാൽ അത് സമയം നീട്ടി 6 മണി വരെ ആക്കി. അത് ജനങ്ങൾക്ക് ഉപകാരപ്രദമായി തീർന്നിട്ടുണ്ട്.